പണ്ട് ബാപ്പ ദുബൈയിൽ നിന്ന് വരുമ്പം ഐസ്ക്രീം മുട്ടായി പറഞ്ഞ് കൊണ്ടു തന്ന സാധനമാണ് ഈ മാർഷ്മെല്ലോ. അന്ന് ഇതിനോട് വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. നിങ്ങളെ കയ്യിലുള്ള നട്ട്സ് ഏതാണോ അതും പിന്നെ നമ്മളെ മാഗി ബിസ്ക്കറ്റും കൂടി റെഡിയാക്കി വെക്കുക. പിന്നെ പെട്ടി പൊട്ടിക്കലും ഓതി വെക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള മുട്ടായി അമ്മൻ്റെ പത്തായത്തിലും കൂടി കയറി. അങ്ങനെ കയ്യിലുള്ള മുട്ടായി തീർന്നപ്പം ഫ്രിഡ്ജിൽ വെച്ച ഈ മുട്ടായിനെ നോക്കി ചെല്ലൽ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ഈ മാർഷ്മെല്ലോനോട് കുറച്ച് ഇഷ്ടം തോന്നൽ തുടങ്ങിയത്. അങ്ങനെ നമ്മളെ ബട്ടർ മെൽട്ടായാൽ അതിലേക്ക് മാർഷ്മെല്ലോ ഇട്ട് അതും കൂടി മെൽട്ടായാൽ അതിലേക്ക് നമ്മളെ പാൽപ്പൊടി ഇടണം. പാൽപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ച നട്ടിൻ്റെ മിക്സ്ചറില്ലേ അതും കൂടിയിട്ട് ചൂടോടെ തന്നെ നമ്മൾ വേറൊരു ട്രേയിലേക്ക് മാറ്റണം. അതിൻ്റെ അടിയിലായിട്ട് പാൽപ്പൊടിൻ്റെയും പൗഡർ ഷുഗറിൻ്റെയും മിക്സ്ചർ ഇടുന്നുണ്ട്. എന്നിട്ടും ഇത് ഒട്ടിപ്പിടിച്ചിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഒരു ബട്ടർ പേപ്പർ ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ സാധനം സെറ്റ് ആവും. പിന്നെ കട്ട് ചെയ്ത് റൂം ടെമ്പറേച്ചർ വെച്ച സാരമില്ല. മാർഷ്മെല്ലോ കിട്ടുന്നല്ലാണ്ട് സ്നോഫ്ലേക്ക് ക്രിസ്പ് എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. ഇത് നല്ല ചൂയായിട്ട് എന്നാൽ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ക്രിസ്പിയും കൂടുതലൊരു സാധനമാണ്. ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കും ഇതെന്തിനാ മാർഷ്മെല്ലോ തന്നെ കഴിച്ചാൽ പോരെ, പൊന്നും കൊടുത്തിട്ട് എന്തിനാ പൊട്ട്. ഒരു രസം. ഉണ്ടാക്കി നോക്ക്.